ഒമാൻ തീരത്ത് ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് ഇന്ത്യയിൽ നിന്നുള്ള ചരക്ക് കപ്പൽ മുങ്ങി. ഗുജറാത്തിൽ നിന്നുള്ള ഹാജി അലി എന്ന ചരക്ക് കപ്പലാണ് ഒമാൻ തീരത്ത് കടലിൽ മുങ്ങിയത്. കപ്പലിൽ ഉണ്ടായിരുന്ന 14 ഇന്ത്യൻ നാവികരെയും ഒമാൻ അധികൃതർ സുരക്ഷിതമായി രക്ഷപ്പെടുത്തി. ബുധനാഴ്ച പുലർച്ചെ 3:30ഓടെ ഒമാന്റെ വടക്കൻ തീരത്തുള്ള ലിമയ്ക്ക് സമീപമായിരുന്നു സംഭവം. ഗുജറാത്തിലെ ദേവഭൂമി ദ്വാരക ജില്ലയിലെ സലായ തുറമുഖത്ത് രജിസ്റ്റർ ചെയ്തതാണ് ഈ കപ്പൽ. സൊമാലിയയിൽ നിന്ന് ഷാർജയിലേക്ക് കന്നുകാലികളുമായി പോവുകയായിരുന്നു ഹാജി അലി. യാത്രക്കിടെ സ്ഫോടക വസ്തു കപ്പലിൽ വന്ന് ഇടിക്കുകയായിരുന്നു. ഇത് ഡ്രോണോ മിസൈലോ ആയിരിക്കുമെന്നാണ് സംശയം. ആക്രമണത്തിന് പിന്നാലെ കപ്പലിന് തീപിടിച്ചു. നിയന്ത്രണം നഷ്ടപ്പെട്ട കപ്പൽ കടലിൽ മുങ്ങി. അപകട സമയത്ത് കപ്പലിൽ ഉണ്ടായിരുന്ന 14 അംഗ സംഘം ഉടൻ തന്നെ അപായ സൂചന നൽകി. ഇവർ ലൈഫ് ബോട്ടുകളിലേക്ക് മാറി. ഒമാൻ കോസ്റ്റ് ഗാർഡ് നടത്തിയ രക്ഷാപ്രവർത്തനത്തിൽ ഇവരെ സുരക്ഷിതമായ ദീപ തുറമുഖത്ത് എത്തിച്ചു. കപ്പൽ ഉടമ സുൽത്താൻ അഹമ്മദ് സങ്കർ നാവികർ സുരക്ഷിതരാണെന്ന് സ്ഥിരീകരിച്ചു. കപ്പലിലുണ്ടായിരുന്ന കന്നുകാലികളെല്ലാം ചത്തു. സംഭവത്തിൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തി. ഇന്ത്യൻ പതാക വഹിച്ച കപ്പലിന് നേരെ നടന്ന ആക്രമണം അംഗീകരിക്കാനാവില്ലെന്നും വാണിജ്യ കപ്പലുകളെയും സാധാരണക്കാരായ നാവികരെയും ലക്ഷ്യം വെക്കുന്നത് അപലപനീയമാണെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ഹോർമൂസ് കടലിടുക്കിന് സമീപം ഇറാൻ-US സംഘർഷം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഈ മേഖലയിലെ സമുദ്ര സുരക്ഷയെക്കുറിച്ച് വലിയ ആശങ്കയാണ് ഉയരുന്നത്. ആരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. അതേസമയം ഇന്ത്യൻ ജീവനക്കാരുടെ സുരക്ഷ വിദേശകാര്യ മന്ത്രാലയം ഒമാനി അധികൃതരെ അറിയിച്ചു. ഇന്ത്യൻ ജീവനക്കാർ സുരക്ഷിതരാണെന്ന് ഇന്ത്യ അറിയിക്കുകയും സംരക്ഷണം നൽകിയതിന് ഒമാനി അധികൃതരോട് നന്ദി പറയുകയും ചെയ്തു. വാണിജ്യ ഷിപ്പിംഗിനെ ലക്ഷ്യം വെച്ചുള്ളതും നിരപരാധികളായ സിവിലിയൻ ക്രൂ അംഗങ്ങളെ അപകടത്തിലാക്കുന്നതും അംഗീകരിക്കാനാവില്ലെന്ന് ഇന്ത്യ വ്യക്തമാക്കി. നിരപരാധികളായ ജീവനക്കാരുടെ ജീവൻ അപകടത്തിലാക്കുന്നതോ ഏതെങ്കിലും വിധത്തിൽ നാവിഗേഷൻ സ്വാതന്ത്ര്യത്തിനും വ്യാപാരത്തിനും തടസ്സമാകുന്നതോ ആയ വാണിജ്യ കപ്പലുകളെ ലക്ഷ്യം വെക്കുന്നത് ഒഴിവാക്കണമെന്ന് ഇന്ത്യ ആവർത്തിക്കുന്നു. അതേസമയം രാജ്യത്ത് അതിക്രമം നടത്താൻ പദ്ധതിയിട്ടെത്തിയ IRGC ബന്ധമുള്ള 4 പേരെ പിടികൂടിയെന്ന് കുവൈറ്റ് അറിയിപ്പിന് പിന്നാലെ കുവൈറ്റ് ഇറാൻ തർക്കം കടുക്കുന്നു. പൗരന്മാരെ വിട്ടയക്കണമെന്നും ഇല്ലെങ്കിൽ പ്രതികരിക്കാൻ അവകാശമുണ്ടെന്നുമാണ് ഇറാന്റെ ഭീഷണി. അതേസമയം കുവൈറ്റ് സേനയുമായി ഏറ്റുമുട്ടിയ സംഘത്തിലെ 2 പേർ രക്ഷപ്പെട്ടെന്നും കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. കുവൈറ്റിന്റെ ഏറ്റവും വലിയ ദ്വീപായ ബുബിയാൻ ദ്വീപിലേക്കാണ് മത്സ്യബന്ധന ബോട്ടിൽ 6 അംഗ സംഘം എത്തിയത്. കുവൈറ്റ് സേനയുമായി ഏറ്റുമുട്ടിയ സംഘത്തിലെ 2 പേർ രക്ഷപ്പെട്ടു. മെയ് 1-നായിരുന്നു സംഭവം. രാജ്യത്ത് അതിക്രമത്തിന് പദ്ധതിയിട്ടാണ് സംഘം എത്തിയതെന്ന് കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം പറഞ്ഞു. കുവൈറ്റിൽ നുഴഞ്ഞു കയറാനുള്ള ശ്രമത്തെ സൗദി ഉൾപ്പെടെ ശക്തമായി അപലപിച്ചു. പിന്നാലെയാണ് ഇന്ന് ഇറാന്റെ പ്രതികരണം. പെട്രോളിംഗ് ഡ്യൂട്ടിക്കിടെ നാവിഗേഷൻ തകരാറിലായി എത്തിയതാണ് സംഘമെന്നായിരുന്നു ആദ്യ വിശദീകരണം. പിന്നാലെ ഇറാൻ വിദേശകാര്യമന്ത്രി ഭാഷ അല്പം കൂടി കടുപ്പിച്ചു. ഇറാനിയൻ ബോട്ട് ആക്രമിച്ച് 4 പേരെ പിടികൂടിയെന്നും വിട്ടയക്കണമെന്നും ഇല്ലെങ്കിൽ പ്രതികരിക്കുമെന്നുമാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇറാനെ ആക്രമിക്കാൻ അമേരിക്ക ഉപയോഗിച്ച ദ്വീപിൽ വെച്ചാണ് സംഭവമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞതോടെ വിഷയത്തിന്റെ ഗൗരവം മാറി. നിലവിലെ സാഹചര്യത്തിൽ ഗൗരവമുള്ളതാണ് പുതിയ സംഭവ വികാസങ്ങൾ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.